നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അകാരണമായി പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് പുളിങ്കുന്ന് സിഐക്കെതിരെ പരാതിയുമായി വീട്ടമ്മയും വൃദ്ധനായ ആധാരമെഴുത്തുകാരൻ. വേമ്പനാട് ജനകീയ കായൽ കമ്മീഷൻ ആലപ്പുഴയിൽ തെളിവെടുപ്പ് നടത്തി. AC കനാൽ സൌന്ദര്യവൽക്കരണത്തിനായി കോടികൾ മുടക്കിയ വിനോദ വിശ്രമ കേന്ദ്രം രാത്രിയിൽ സാമൂഹ്യവിരുദ്ധരുടെ താവളമാകുന്നു. വാർത്തകൾ വിശദമായി. അകാരണമായി പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് പുളിങ്കുന്ന് CI ബിനുവിനെതിരെ പരാതിയുമായി വീട്ടമ്മയും ആധാരമെഴുത്തുകാരനായ വൃദ്ധനും രംഗത്ത്. ചമ്പക്കുളം തെക്കേക്കര ചിറ്റാടിത്തറ വീട്ടിൽ ജസ്റ്റിന്റെ ഭാര്യ അനില തോമസ്, ആധാരമെഴുത്തുകാരൻ തോമസ് പീറ്റർ പെരുമ്പള്ളി എന്നിവരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. CI ബിനു തങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് അനിലയും CI നിരന്തരം പീഡിപ്പിക്കുകയാണെന്ന് പീറ്ററും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10-ാം തീയതി CI ബിനു അദ്ദേഹം അവിടെ വന്ന് ഞങ്ങളുടെ വീടിന്റെ വാതിലെ വന്ന് കൊട്ടി. ഞങ്ങൾ വാതിൽ എന്ന് തുറന്നപ്പോൾ പുള്ളി നേരെ അകത്തോട്ട് കയറി വന്ന് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചു. ഞങ്ങളെ ഒത്തിരി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. ഒത്തിരി തെറിയൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ അറയ്ക്കുന്ന ഭാഷയുള്ള തെറികളൊക്കെ വിളിച്ചു. എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, നീ വലിയ വീട്ടിലെ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് എന്നാടാ ഇവിടെ പെരക്കകത്ത് കൂട്ടി താമസിക്കുവാണോ? നാളെ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലേ നിന്നെ ഞങ്ങൾ കത്തിച്ച് കളയുമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി. നാട്ടുകാരെല്ലാം കേൾക്കാൻ ഞങ്ങളെ ഒത്തിരി തെറികളൊക്കെ വിളിച്ചു. അതിനുശേഷം 28-ാം തീയതി മാർച്ച് 28-ാം തീയതി പെസഹ വ്യാഴാഴ്ച 2 മണിക്ക് 50ഓളം വരുന്ന കൊട്ടേഷൻ സംഘങ്ങളെയും കൊണ്ടുവന്ന്, പെണ്ണുങ്ങളാണ്, അവരെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്തെ കതവ് ചവിട്ടി പൊളിച്ച് കുട്ടികൾ രണ്ടും കിടന്ന് ഉറങ്ങുമായിരുന്നു. അവരെ വലിച്ച് പുറത്തിട്ട് ഞങ്ങളുടെ കംപ്ലീറ്റ് സാധനങ്ങളും എല്ലാം വലിച്ച് പുറത്തിട്ട് പുളിങ്കുന്ന് പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ കൈകെട്ടി നോക്കി നിൽക്കുകയായിരുന്നു ചെയ്തത്. ഞങ്ങൾ ആദ്യം തൊട്ടടുത്ത പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷൻ അവരെ വിളിച്ചെങ്കിലും അവർ ആദ്യം പറഞ്ഞു CI അദ്ദേഹത്തോട് ചെന്ന് പറ കാര്യങ്ങൾ, അല്ലാതെ ഞങ്ങൾ വരത്തില്ലെന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങൾ SP അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെട്ട് ഉടനെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു 10-15 മിനിറ്റിനുള്ളിൽ. പുളിങ്കുന്ന് സ്റ്റേഷന് സമീപത്തെ വാടക വീട്ടിൽ നിന്നും തങ്ങളെ CI കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ച് ഇറക്കിവിടാൻ ശ്രമിക്കുകയാണെന്നും അനില ആരോപിച്ചു. ബന്ധുവായ മുൻ MLAയുടെ സ്വാധീനത്തിലാണ് CI ഇപ്പോഴും സർവീസിൽ തുടരുന്നതെന്ന് തോമസ് പീറ്ററും ആരോപിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ വേമ്പനാട് ജനകീയ കായൽ കമ്മീഷൻ ആലപ്പുഴയിൽ തെളിവെടുപ്പ് യോഗം നടത്തി. ആലപ്പുഴ നഗരചത്തുരത്തിൽ നടന്ന സിറ്റിംഗിൽ മുൻ ആസൂത്രണ കമ്മീഷൻ വൈസ് ചെയർമാൻ പ്രഭാത് പട്നായിക്, CTS നായർ, ഡോക്ടർ ലീല കൃഷ്ണൻ, ശ്രീകുമാർ സദോപാധ്യായ, ആന മേഴ്സി, MG രാധാകൃഷ്ണൻ എന്നിവർ കായൽ മേഖലകളിൽ നിന്നുള്ളവരിൽ നിന്നും തെളിവെടുപ്പ് നടത്തി. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സന്നദ്ധ പ്രവർത്തകർ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർ സിറ്റിംഗിൽ അഭിപ്രായം രേഖപ്പെടുത്തി. വേമ്പനാട് കായൽ കമ്മീഷൻ കുമരകം, കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു. പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ടമെന്ന നിലയിൽ കമ്മീഷൻ ജനങ്ങളിൽ നിന്ന് നേരിട്ട് തെളിവെടുപ്പ് നടത്തും. തെളിവെടുപ്പ് റിപ്പോർട്ടുകളും രേഖകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പിന്നീട് സമർപ്പിക്കാനാണ് വേമ്പനാട് ജനകീയ കായൽ കമ്മീഷന്റെ തീരുമാനം. AC കനാൽ സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കോടികൾ മുടക്കി നിർമ്മിച്ച KTDCയുടെ വിനോദ വിശ്രമ കേന്ദ്രങ്ങൾ രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ താവളമാകുന്നു. AC കനാൽ സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ടൂറിസം വകുപ്പ് 2003 പണികഴിപ്പിച്ച വിനോദ വിശ്രമ കേന്ദ്രങ്ങളാണിത്. ആണ്ടിലൊരിക്കൽ ടൂറിസം വകുപ്പ് നടത്തുന്ന വള്ളംകളി കഴിഞ്ഞാൽ തീർത്തും അനാഥമാണ് മനക്കിച്ചിറയിലെ ഈ വിശ്രമ കേന്ദ്രങ്ങൾ. ഭരണാധികാരികളുടെ ദീർഘവീക്ഷണമില്ലായ്മയും ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ അഴിമതിയുടെയും ഫലമാണ് ഇവയുടെ അനാഥത്വം. വള്ളംകളിയും വള്ളംകളിയോടനുബന്ധിച്ച് നടക്കുന്ന പോളവാരലും കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കും കാശുവാരുവാനുള്ള മറ്റൊരു ഉപാധിയുമാണ്. കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട AC കനാൽ നവീകരണത്തിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കിടങ്ങറയിൽ കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് നിർവഹിച്ചിരുന്നു. കുട്ടനാട് പാക്കേജ് എന്നാൽ അഴിമതി പാക്കേജായി മാറിയിരിക്കുമ്പോഴാണ് പാക്കേജിനായി അവശേഷിക്കുന്ന നാമമാത്രമായ തുക കുട്ടനാട്ടിലെ പഞ്ചായത്തുകൾക്കായി വിനിയോഗിക്കുമെന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. AC കനാൽ കരയിലെ കച്ചവടക്കാർക്ക് ഒരേ രീതിയിലുള്ള കടകൾ നിർമ്മിച്ചു നൽകുമെന്നും വാഗ്ദാനമുണ്ട്. മനക്കച്ചിറയിലും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ വിശ്രമ കേന്ദ്രങ്ങൾ കടകളാക്കി മാറ്റി മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ കൂടി ആവിഷ്കരിച്ചിരുന്നെങ്കിൽ വാടക ഇനത്തിൽ മാത്രം കോടികൾ ലഭിക്കുമായിരുന്നു. കുറേയേറെ ആൾക്കാർക്ക് അത് തൊഴിലും ഉപജീവന മാർഗവുമായി മാറുകയും ചെയ്തേനെ. മനക്കച്ചിറ പുത്തനാറ്റിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ്ടിലൊരിക്കൽ നേർച്ച പോലെ നടത്തുന്ന വള്ളംകളി മാറ്റി നിർത്തിയാൽ ഇത് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ക്യാമറാമാൻ വിനോദ് കൈനകരിക്കൊപ്പം KCV വാർത്തകൾക്ക് വേണ്ടി ഹരീഷ് കൃഷ്ണൻ.
ആലപ്പുഴ ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ആരോഗ്യം ശുചിത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്നുവരുന്ന ശുചിത്വ ക്വിസ് മത്സരത്തിന്റെ ജില്ലാതല മത്സരം ജനുവരി 15 രാവിലെ 10 ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കും. ബ്ലോക്ക് തല മത്സരത്തിൽ 1, 2, 3 സ്ഥാനം നേടിയവർ ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. ജില്ലാതല മത്സരത്തിലെ 1, 2, 3 സ്ഥാനക്കാർക്ക് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാം. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ പ്രവർത്തിക്കുന്ന പൌൾട്രി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കർഷകർക്ക് സൌജന്യ പരിശീലനം നൽകുന്നു. ജനുവരി 23, 24 തീയതികളിൽ ആട് വളർത്തലിലും 27, 28, 29 തീയതികളിൽ മുട്ടക്കോഴി വളർത്തലിലുമാണ് പരിശീലനം. താൽപര്യമുള്ളവർ മുൻകൂർ പേര് രജിസ്റ്റർ ചെയ്യണം. AC കനാൽ നവീകരണത്തിന്റെ 1ാംഘട്ട പ്രവൃത്തികൾ 1 വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് ജലവിഭവ മന്ത്രി PJ ജോസഫ്. കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായുള്ള AC കനാൽ നവീകരണത്തിന്റെ 1ാം ഘട്ടമായ മനക്കൽച്ചിറ മുതൽ ഒന്നാങ്കര വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. റിപ്പോർട്ട് സമർപ്പിച്ചു. നമുക്കത് ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസിൽ AC കനാലും തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും ഉൾപ്പെട്ടിട്ടുണ്ട്. AC കനാലിന്റെ കാര്യത്തിലും 1ാം ഘട്ടത്തിന്റെ പണികളും ഇവിടെ ആരംഭിക്കുകയാണ്. 2ാം ഘട്ടം ഒന്നാങ്കര മുതൽ നെടുമുടി വരെയുള്ള 3.4 കിലോമീറ്റർ ദൂരം അതിന്റെ പണികൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. പ്രവൃത്തി പൂർത്തീകരിക്കാൻ 1 വർഷമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിനുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കും. കനാൽ നവീകരണം 2ാം ഘട്ടത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ ത്വരിതഗതിയിലാക്കണം. ഇതിനായി റവന്യൂ ഇറിഗേഷൻ വകുപ്പുകൾ സംയുക്തമായി നടപടിയെടുക്കണം. കുട്ടനാട് പാക്കേജിന്റെ 181 കോടി രൂപയുടെ തണ്ണീർമുക്കം ബണ്ടിന്റെ നവീകരണ പ്രവൃത്തികൾ ടെൻഡർ ചെയ്തു. തോട്ടപ്പള്ളി സ്പിൽവേയിലെ നിർമ്മാണ ജോലികൾക്ക് 12 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. കുട്ടനാട് പാക്കേജിന്റെ 367 പ്രവൃത്തികൾക്ക് ടെൻഡർ വിളിച്ചതിൽ തുറന്ന 336 ടെൻഡറുകളിൽ 30 എണ്ണം മാത്രമാണ് കരാറുകാർ ഏറ്റെടുത്തിട്ടുള്ളത്. പുറക്കാട് സർക്കാർ ITIയിൽ ഇന്റീരിയർ ഡെക്കറേഷൻ ആൻഡ് ഡിസൈനിംഗ് ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവുണ്ട്. സിവിൽ അഥവാ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗിൽ ത്രിവത്സര ഡിപ്ലോമയോ ഡിഗ്രിയോ യോഗ്യതയുള്ളവർ ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജനുവരി 16 രാവിലെ 11 ITI ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. സാമൂഹിക നീതി വകുപ്പും സംസ്ഥാന സാമൂഹിക ക്ഷേമ ബോർഡും സംയുക്തമായി ജനുവരി 15 രാവിലെ 9:30 ഗാർഹിക പീഡന നിരോധന നിയമം സംബന്ധിച്ച് ജില്ലാതല അവലോകന യോഗം നടത്തും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന യോഗം ജില്ലാ ജഡ്ജി P. സോമരാജൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭാഹരി സന്ദേശം നൽകും. ജില്ലാ കളക്ടർ N. പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. JCI എടത്വ യൂണിറ്റിന്റെ വാർഷിക സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. വാർഷികാഘോഷങ്ങളുടെ മുന്നോടിയായി നടന്ന പൊതുസമ്മേളനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഭാഹരി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള എടത്വ പള്ളി തീർത്ഥാടന കേന്ദ്രമൊക്കെയുള്ള ഒരു പ്രദേശമാണ് എടത്വ. ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നു. JCIയുടെ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും പുതിയ ചിന്തകൾക്ക്, പുതിയ പ്രവർത്തികൾക്ക് എടത്വ നിവാസികൾക്ക് ശക്തി കൊടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എടത്വ പഞ്ചായത്ത് പ്രസിഡന്റ് കേരള ഹിന്ദു എന്ന കമ്പനിയുടെ സുഹൃത്താണ്. ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെ പോലുള്ള സംഘടനകളുടെ വലിയ സഹായം ആവശ്യം. ഞാൻ ഇവിടെയുണ്ട്. എനിക്ക് അദ്ദേഹമായിട്ട് നിരവധി തവണ അവരുടെ പ്രോഗ്രാം പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്നും വിളിച്ചു നിരത്തുന്നതിന് അതിനെതിരെയൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ട് പലപ്പോഴാണ് നമ്മുടെ അടുത്തൊക്കെ എത്തുമാറുന്നത്. അത് അത്തരത്തിലുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. ആ പേരിൽ ഞങ്ങളുടെ ഉദ്യാനലക്ഷ്മിയെ പറഞ്ഞ് ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും അതിനെ പറ്റി ഒരു സ്വപ്നമായിരുന്നു. ഇടയ്ക്ക് പോലീന്റെ ഫ്രണ്ട് കണ്ടു ചെടികൾ ഞാൻ കണ്ടു. പക്ഷെ ഒരു ചെടി വെച്ചാൽ പോലും ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല നമുക്ക്. സംവിധായകൻ ജോണി ആന്റണി അധ്യക്ഷത വഹിച്ചു. ബോബി സേവ്യർ, ജോസ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. പരിസ്ഥിതി പ്രവർത്തകനായിരുന്ന ആന്റപ്പൻ അമ്പിയാത്തിനു വേണ്ടി അവാർഡ് സഹോദരൻ അനിൽ അമ്പിയാത്ത് ഏറ്റുവാങ്ങി. ദേശീയ സമ്പാദ്യ പദ്ധതിയും ജലവിഭവ വകുപ്പും സംയുക്തമായി ജലസമ്പാദ്യം ഏകദിന ശില്പശാല ജനുവരി 17 രാവിലെ 10 കോട്ടയം ദേശീയ സമ്പാദ്യ ഭവൻ ഹാളിൽ സംഘടിപ്പിക്കും. ഉദ്ഘാടനം ജില്ലാ കളക്ടർ അജിത് കുമാർ നിർവഹിക്കും. ADC മുഹമ്മദ്, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഷാജി ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കും. മഹിളാ പ്രധാന ഏജന്റുമാർക്കാണ് ശില്പശാല.
സ്വകാര്യ സാംസ്കാരിക സംഘടനകൾക്ക് ഭാരത സർക്കാരിന്റെ കീഴിലുള്ള സോങ് ആൻഡ് ഡ്രാമ ഡിവിഷനിൽ രജിസ്റ്റർ ചെയ്യാം. അവസാന തീയതി ജനുവരി 21. കൂടുതൽ വിവരങ്ങൾക്ക് 08025502164 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ആരോഗ്യ കേരളം പദ്ധതിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ സ്കൂൾ ഹെൽത്ത് കോർഡിനേറ്ററുടെ താൽക്കാലിക ഒഴിവിലേക്കുള്ള വോക്ക്-ഇൻ ഇന്റർവ്യൂ ജനുവരി 17 രാവിലെ 10 കോട്ടയം TB സെന്ററിലെ NRHM ജില്ലാ ഓഫീസിൽ നടക്കും. MSc നഴ്സിംഗും കമ്പ്യൂട്ടർ പരിജ്ഞാനവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. പ്രായപരിധി 36 വയസ്സ്. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെട്ട പ്രവൃത്തികളുടെ ടെൻഡർ ക്ഷണിച്ച് 1.5 മാസം പിന്നിട്ടിട്ടും പ്രവൃത്തികൾ ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ പാടശേഖര സമിതികളുടെ നേതൃത്വത്തിൽ പദ്ധതി ഏറ്റെടുക്കുവാൻ തയ്യാറാണെന്ന് രാമങ്കരി പഞ്ചായത്ത് നെൽകർഷക സമിതി പ്രസിഡന്റ് PG അശോക് കുമാർ. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി രാമങ്കരി ഗ്രാമപഞ്ചായത്തിൽ 44 പാടശേഖരങ്ങളുടെ പുറംബണ്ട് ബലപ്പെടുത്തുന്നതിന് 55 കോടിയുടെ പദ്ധതി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പ്രവൃത്തികൾ ടെൻഡർ ക്ഷണിച്ച് 1.5 മാസം പിന്നിട്ടിട്ടും പ്രവൃത്തികൾ ഏറ്റെടുക്കുവാൻ കരാറുകാർ തയ്യാറായിട്ടില്ല. പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നടക്കം പുറംബണ്ട് നിർമ്മാണത്തിനായി പണം അനുവദിക്കുന്നുമില്ല. വേലിയേറ്റം മൂലം ബണ്ട് കവിഞ്ഞും മട വീണും ഏതു നിമിഷവും കൃഷി നശിക്കുന്ന അവസ്ഥയാണ്. നിലവിലുള്ള ചിലവനുസരിച്ച് മുഴുവൻ തുകയും നൽകിയാൽ പ്രവൃത്തികൾ ചെയ്യാൻ തയ്യാറാണെന്ന് പാടശേഖര സമിതികൾ അറിയിച്ചതായും അശോക് കുമാർ പറഞ്ഞു. KCV വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാക്കേജിൽപ്പെടുത്തിക്കൊണ്ട് പാടശേഖര സമിതികളുടെ ബണ്ട് അടിസ്ഥാന സൌകര്യം നടപ്പിലാക്കണമെങ്കിൽ പാടശേഖര സമിതികൾക്ക് 25% അഡ്വാൻസ് കൊടുത്തുകൊണ്ട് മുഴുവൻ തുകയും കൊടുക്കുന്ന രീതിയിൽ പദ്ധതി പുനർനിർമ്മിച്ചെങ്കിൽ മാത്രമേ ഈ പദ്ധതി നടപ്പിലാവൂ. എന്നാൽ വളരെ പ്രതീക്ഷയോടുകൂടി ഇന്ന് നടന്ന യോഗത്തിലും ഇത് പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അതിനാൽ കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഒരു സമ്മർദ്ദത്തിന് വേണ്ടി കൃഷിക്കാരുടെ ഒരു സംഘടനയായിട്ടുള്ള രാമങ്കരി പഞ്ചായത്ത് നെൽകർഷക സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് അടിയന്തരമായി കൃഷിക്കാരുടെ പാടശേഖര സമിതിയെ ഏൽപ്പിച്ച് നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ രണ്ടാം കൃഷി എടുക്കുവാനും പാടശേഖരത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് പാടശേഖര സമിതിക്ക് മാത്രമേ ഈ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്താൻ കഴിയൂ. അതുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ജലസേന വകുപ്പ് പി ജോസഫ് സാറുകളോടും അഭ്യർത്ഥിക്കുകയാണ്. ഇത് പാടശേഖര സമിതികൾക്ക് അഡ്വാൻസ് കൊടുത്തുകൊണ്ട് ഘട്ടംഘട്ടമായി പാർട്ടി ബില്ല് മാറുന്ന സൌകര്യത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കോട്ടയം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 29 മുതൽ 31 വരെ ഫുഡ് പ്രോസസിംഗുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് സംഘടിപ്പിക്കുന്ന ടെക്നോളജി ക്ലിനിക്കിൽ പങ്കെടുക്കുന്നതിനായി ഭക്ഷ്യോൽപാദന മേഖലയിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ താൽപര്യമുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ജനുവരി 22. വിശദവിവരങ്ങൾക്ക് ജില്ലാ വ്യവസായ കേന്ദ്രം 0481-257-3259 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
മാത്രമല്ല 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള തീർത്ഥാടക തിരക്ക് കണക്കിലെടുത്ത് പത്തനംതിട്ട ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജനുവരി 15 ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പകരം ജനുവരി 18 പ്രവൃത്തി ദിവസമായിരിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷ, ഇന്റർവ്യൂ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. തിരുവല്ല ഡയറ്റിൽ ജനുവരി 15 ഉച്ചയ്ക്ക് 2 നടക്കുന്ന യോഗത്തിൽ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ് പങ്കെടുക്കണമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. യൂത്ത് ക്ലബ്ബുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഭാരവാഹികൾക്കായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രം ഏകദിന ശില്പശാല യുവദർശൻ സംഘടിപ്പിക്കും. 18നും 40നും മധ്യേ പ്രായമുള്ള യുവതീ യുവാക്കൾ ജനുവരി 30 മുൻപ് ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ, ജില്ലാ യുവജന കേന്ദ്രം, പത്തനംതിട്ട എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് 150 യുവതികളെ പങ്കെടുപ്പിച്ച് സംസ്ഥാനതല യുവജനക്ഷേമ ബോർഡ് ജില്ലയിൽ ഏകദിന വനിതാ ശില്പശാല സംഘടിപ്പിക്കും. 18നും 40നും മധ്യേ പ്രായമുള്ള യുവതികൾ ജനുവരി 30 മുൻപ് ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ, ജില്ലാ യുവജന കേന്ദ്രം, പത്തനംതിട്ട എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. സ്ത്രീകളുടെയും കൌമാരപ്രായക്കാരായ പെൺകുട്ടികളുടെയും ശാരീരിക, മാനസിക, വൈകാരിക ആരോഗ്യവും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഹോമിയോപ്പതി വകുപ്പിന്റെ സീതാലയം സേവന കേന്ദ്രവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടപ്പാക്കുന്ന സീതാലയം കൌൺസിലിംഗ് പദ്ധതിയുടെ ഇലന്തൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം ഇലന്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG അനിത നിർവഹിച്ചു. കൌമാരപ്രായക്കാരായ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ നേരിടുന്നതിന് വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പകർന്നു നൽകുന്നതിന് സീതാലയം കൌൺസിലിംഗ് പദ്ധതി സഹായകമാണെന്ന് അവർ പറഞ്ഞു. ഇലന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സുധർമ്മ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകരവും സുരക്ഷിതവുമായ കൌമാരം എന്ന വിഷയത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രീതി, ഏലിയാമ്മ ജോൺ, സൈക്കോളജിസ്റ്റ് MG ഗീത എന്നിവർ ക്ലാസ് എടുത്തു. സർക്കാർ സ്ഥാപനമായ കെൽട്രോൺ നോളജ് സെന്റർ നടത്തുന്ന 1 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ പ്രിന്റ് ജേർണലിസം കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ജനുവരി 31. യോഗ്യത ബിരുദം. എഴുത്തു പരീക്ഷയെ അടിസ്ഥാനമാക്കിയാണ് പ്രവേശനം. പ്രായപരിധി 27. അപേക്ഷാ ഫോറം കെൽട്രോൺ നോളജ് സെന്ററിലും www.ksjms.org എന്ന വെബ്സൈറ്റിലും ലഭിക്കും. പട്ടികജാതി പട്ടികവർഗ റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ 2014-2015 അധ്യയന വർഷം 5ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശന പരീക്ഷ ഫെബ്രുവരി 22 നടത്തും. പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപേക്ഷിക്കാം. ദേവമാത ഹൈസ്കൂൾ ചേന്നങ്കരി ശതാബ്ദി സ്മാരക മന്ദിരോദ്ഘാടനം നടന്നു. കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ശതാബ്ദി സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തു. മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം ചങ്ങനാശ്ശേരി അതിരൂപം നൽകുന്ന മഹത്തായ സേവനങ്ങൾ ഞാനിവിടെ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുട്ടനാടിന്റെ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിന് സഹായിച്ചതും ഈ നിയോജകമണ്ഡലത്തിന്റെ അല്ലെങ്കിൽ ഈ താലൂക്കിന്റെ എല്ലാ മേഖലകളിലും ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാ തരത്തിലുമുള്ള, അത് UP ആകട്ടെ, LP ആകട്ടെ, നഴ്സറി ആകട്ടെ, മലയാളം മീഡിയം ആകട്ടെ, ഇംഗ്ലീഷ് മീഡിയം ആകട്ടെ, ICS ആകട്ടെ, CBSE ആകട്ടെ, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഈ നിയോജകമണ്ഡലത്തിലെ അല്ലെങ്കിൽ കുട്ടനാട് താലൂക്കിലെ പാവപ്പെട്ട കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും മറ്റ് ഇതര വിഭാഗങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടന്നുപോകാനുള്ള എല്ലാ തരമായ സഹായങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള വഴിയും ഒരുക്കിയത് ചങ്ങനാശ്ശേരി അതിരൂപതയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദേവമാത സ്പോർട്സ് അക്കാദമി തോമസ് ചാണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജേക്കബ് ചീരംവേലിൽ, വികാരി ജനറൽ ജെയിംസ് പാലക്കൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രത്നമ്മ ടീച്ചർ, കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാത്യു നെടുമുഖത്ത്, ഹെഡ്മാസ്റ്റർ CC ജെയിംസ്, മാനേജർ ഫാദർ ജേക്കബ് ചീരംവേലിൽ, കുഞ്ചപ്പൻ ചെറുകാട് തുടങ്ങിയവർ സംസാരിച്ചു. വിലക്കയറ്റ വിരുദ്ധ നിരാഹാര സമരത്തിനൊരുങ്ങി CPM. സംസ്ഥാനത്തെ 1400 കേന്ദ്രത്തിൽ ബുധനാഴ്ച മുതലാണ് ഒരേ സമയം നിരാഹാര സമരം നടത്തുന്നത്.
കുത്തനെ കൂട്ടിയ പാചകവാതക വില പിൻവലിക്കുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിരാഹാര സമരത്തിന് CPM ഒരുങ്ങുന്നത്. 9 വർഷം മുമ്പ് 150 രൂപയായിരുന്ന പാചകവാതകത്തിന്റെ ഇന്നത്തെ വില 1303 രൂപയാണ്. അവശ്യ സാധനങ്ങളുടെ വിലയും ദിവസം പ്രതി വർദ്ധിക്കുകയാണ്. വൻകിട കമ്പനികൾക്ക് നികുതി ഇളവും സാധാരണക്കാർക്ക് സബ്സിഡി എടുത്തുകളയലുമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയം. ആധാർ നിർബന്ധമാക്കരുതെന്ന സുപ്രീം കോടതി വിധിയുള്ളപ്പോൾ തന്നെ ആധാർ നിർബന്ധമാക്കുന്നതിന് അനുകൂലിക്കുകയാണ് UDF സർക്കാർ ചെയ്യുന്നതെന്നും LDF നേതാക്കൾ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ വിലക്കയറ്റത്തിനെതിരെ വ്യാപക ജനരോഷം ഉയരുമെന്നാണ് CPM കണക്കുകൂട്ടൽ. കിടങ്ങറ ചെറുവള്ളിക്കാവ് ദേവി ക്ഷേത്രത്തിൽ 2ാമത് പൊങ്കാല മഹോത്സവം നടന്നു. ചീരക്കാട്ടിലെത്ത് നാരായണൻ നമ്പൂതിരി പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നു. നിരവധി സ്ത്രീജനങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് അടുപ്പുകൂട്ടി പൊങ്കാലയിട്ടത്. അധ്വാനിച്ചുണ്ടാക്കിയ അന്നം പ്രതീകമാക്കി അഗ്നിശുദ്ധിയായ ശക്തിക്ക് മുമ്പിൽ സമർപ്പിച്ച് സ്ത്രീകൾ ദേവതകളായി തീരുകയാണ് പൊങ്കാലയിലൂടെ എന്നാണ് വിശ്വാസം. ക്ഷേത്രം പ്രസിഡന്റ് PK വേണുഗോപാലൻ നായർ, വൈസ് പ്രസിഡന്റ് KV വിപിൻ, സെക്രട്ടറി V വിനോദ് തുടങ്ങിയവർ പൊങ്കാല മഹോത്സവത്തിന് നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഈ മാസം 26-ന് ആരംഭിക്കും. തിരുവുത്സവം ഫെബ്രുവരി 2, 3 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മങ്കമ്പ് ഫെറി വർക്കേഴ്സും പ്രദേശവാസികളും ചേർന്ന് നടത്തുന്ന മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രം മങ്കമ്പ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K മധു ഉദ്ഘാടനം ചെയ്തു. മകരവിളക്ക് ഉത്സവത്തിന് സംഭാവനയായി ലഭിച്ച തുകയും അഭ്യുദയകാംക്ഷികൾ നൽകിയ സംഭാവനയും ഉപയോഗിച്ചാണ് മങ്കമ്പ് ബോട്ട് ജെട്ടിയിൽ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. ദിനംപ്രതി 100 കണക്കിന് വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും ആശ്രയിക്കുന്ന ബോട്ട് ജെട്ടിയാണിത്. കൂടാതെ ആയുർവേദ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്കും മറ്റും വിശ്രമ കേന്ദ്രം ഏറെ പ്രയോജനകരമാണ്. ഇതേ മാതൃകയിൽ പൊതുജന സഹകരണത്തോടെ ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ K മധു പറഞ്ഞു. സാമ്പത്തികമായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കുമാണ്, കാര്യങ്ങൾ വലുതാണ് പ്രയോജനത്തിൽ വരുമ്പോൾ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും നമ്മൾ അധികാരികളെ ബുദ്ധിമുട്ടിക്കാതെ, അല്ലെങ്കിൽ അതിനെല്ലാം മുറകളുണ്ട്. ചിലപ്പോൾ പലപ്പോഴും മെമ്പർമാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ആവശ്യപ്പെടുന്നത്. ഇപ്പം ഇത് ഒരു പഞ്ചായത്തിന്റെ വകയായിട്ട് നടത്തിയതിൽ ചിലപ്പോൾ എന്ന് നടക്കുമെന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല. പക്ഷെ വളരെ നല്ല രീതിയിൽ ഒരു നല്ല മനസ്സുകളുടെ ഒരു കൂട്ടായ്മയിൽ ഇത് ഉയർന്നു വന്നു. ഇതുപോലെ ഭാവിയിലും ഇതിന്റെ പുറകിലുള്ളവർക്ക് കൂടുതൽ കൂടുതൽ നല്ല സംരംഭങ്ങൾ ഒരുക്കാൻ കഴിയട്ടെ. മങ്കമ്പ് കടത്തുകടവിൽ നടന്ന ചടങ്ങിൽ ഫെറി വർക്കേഴ്സ് പ്രതിനിധി സോമൻ അധ്യക്ഷത വഹിച്ചു. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം BK വേണുഗോപാൽ, പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം R രമേശ് പൊറ്റപ്പറമ്പ്, PK പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ചക്കുളത്തുകാവ് എടത്വ സ്റ്റാൻഡുകളിൽ സംയുക്ത ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മകരവിളക്ക് മഹോത്സവം നടത്തി. രാവിലെ 7:30 ചക്കുളത്തുകാവ് കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ മകൻ ദുർഗാദത്തൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് പുരാണ പാരായണവും അന്നദാനവും നടന്നു. മലമടക്കുകൾക്ക് താഴെ മഞ്ഞണിഞ്ഞ് കറുപ്പും കാവിയും കലർന്നു നിൽക്കുന്നു. ദിവസങ്ങളായി ഭക്തർ കാത്തിരുന്ന നിമിഷങ്ങളാണ് മകരവിളക്കിൽ സായുജ്യമാകുന്നത്. തീർത്ഥാടന കാലത്തെ ഏറ്റവും പ്രധാന ചടങ്ങിന് ശബരിമലയിലെ അയ്യപ്പ ഭക്ത സമൂഹം ഇന്ന് സാക്ഷിയായി. അയ്യപ്പന്റെ പൂങ്കാവനം തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ശബരിമലയും മകരജ്യോതി കാണാവുന്ന ഇടങ്ങളും പൊന്നമ്പലമേടും പോലീസിന്റെ പ്രത്യേക സുരക്ഷാ വലയത്തിലായിരുന്നു. ചൊവ്വാഴ്ച പകൽ 1:14 മകരസംക്രമ പൂജയും അഭിഷേകവും നടന്നു. തുടർന്ന് വൈകിട്ടത്തെ ദീപാരാധനയ്ക്ക് ശേഷം മകരജ്യോതി കണ്ടുവണങ്ങി ആത്മനിർവൃത്തി അടയുകയാണ് ഭക്തർ. തലവടി ആനപ്രാമ്പാൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവം ആരംഭിച്ചു. പുതുമന വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റ് നടന്നത്. മങ്കമ്പ് കടത്ത് ജീവനക്കാരുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ മകരവിളക്ക് മഹോത്സവം സംഘടിപ്പിച്ചു. മങ്കമ്പ് കടത്ത്, മങ്കമ്പ് ചന്തക്കടവ് എന്നിവിടങ്ങളിലായാണ് മകരവിളക്ക് മഹോത്സവവും ദീപം തെളിയിക്കലും നടന്നത്. ശബരിമല ദീപാരാധനയ്ക്ക് ശേഷം മകരവിളക്ക് തെളിയുന്ന അതേ സമയത്താണ് മകരവിളക്ക് മഹോത്സവം നടന്നത്. BR പ്രസാദിന്റെ പ്രഭാഷണവും തുടർന്ന് ഭജനയും നടന്നു. മകരസംക്രമ ദീപാവലി തൻ പൊൻകതിരുളിയേന്തി മനസ്സിനുള്ളിൽ മണികണ്ഠ നീ തെളിഞ്ഞു നിൽക്കുമ്പോൾ
മകരസംക്രമ ദീപാവലിതൻ പൊൻകതിരൊളിയേന്തി മനസ്സിനുള്ളിൽ മണികണ്ഠ നീ തെളിഞ്ഞു നിൽക്കുമ്പോൾ നിറഞ്ഞു കവിയും നിൻ മൃദുമന്ദസ്മിതത്തിൽ ഞാൻ എല്ലാം മറന്നു പാടും അസതോമാ സദ്ഗമയ. പൊരൂക്കര സെൻട്രൽ സ്കൂളിൽ PTA സഹകരണത്തോടെ ഫൊറേറ്റ്സ് 2014 എന്ന പേരിൽ ഭക്ഷ്യമേള നടത്തുന്നു. ഈ മാസം 16 നടക്കുന്ന ഭക്ഷ്യമേള ചലച്ചിത്ര അവതാരകൻ നൌഷാദ് ഉദ്ഘാടനം ചെയ്യുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. ചരമവാർത്തകൾ. ചതുർത്ഥ്യാഗരി പാലൂത്ര വീട്ടിൽ B. ഗോപാലകൃഷ്ണപിള്ള നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൈനകരി മംഗളംപറമ്പിലായ കൊച്ചുപറമ്പിൽ മറിയാമസ്കറിയ 89 വയസ്സ് നിര്യാതയായി. സംസ്കാരം ബുധനാഴ്ച 10:30 ചേന്നഗിരി സെന്റ് ജോസഫ് ദേവാലയ സിമിത്തേരിയിൽ. വെളിയനാട് അച്ചന്തചിറ വീട്ടിൽ ഭാരതി നാരായണൻ 98 വയസ്സ് നിര്യാതയായി. സംസ്കാരം ബുധനാഴ്ച 10 6 നമ്പർ SNDP ശ്മശാനത്തിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. അകാരണമായി പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് പുളിങ്കുന്ന് CIക്കെതിരെ പരാതിയുമായി വീട്ടമ്മയും വൃദ്ധനായ ആധാരമെഴുത്തുകാരനും. വേമ്പനാട് ജനകീയ കായൽ കമ്മീഷൻ ആലപ്പുഴയിൽ തെളിവെടുപ്പ് നടത്തി. AC കനാൽ സൌന്ദര്യവൽക്കരണത്തിനായി കോടികൾ മുടക്കിയ വിനോദ വിശ്രമ കേന്ദ്രം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.